ടോപ്പ് സിംഗറിന്റെ ബേബി ഡോൾ ആവണിക്കുട്ടി. ഇന്ന് ആൾക്ക് ചെറിയ പനിയൊക്കെയാണ്, പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് പെർഫോം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും സ്വാഗതം ചെയ്യുന്നു ആവണി. ചേട്ടാ ഒന്നും കൂടെ ഒന്നെടുക്കാവോ? ഇവിടെ കളിച്ച് ഞാൻ സമയം പോയതെന്നറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് എന്നോട് എന്തിനെ പിണക്കം എന്ന സോങ്ങാണ്. കളിയാട്ടം ഫിലിമിലെ ഭാവന രാധാകൃഷ്ണനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ആരും എന്നോട് പിണങ്ങരുത്. അപ്പോൾ ഞാൻ പോയി പാടിയിട്ട് ആവണി, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വയ്യേ? പനിയാണ്. കുഴപ്പമില്ല, പാടാൻ പറ്റൂലേ? എനിവേ, ഏത് പാട്ടാ പാടുന്നേ? എന്നോട് എന്തിനി പിണക്കം. എന്നോട് എന്തിനീ പിണക്കുന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പൊ ആർക്കെങ്കിലും പിണക്കമുണ്ടോ ആവണിക്കുട്ടിയോട്? അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പാടുന്ന പാട്ടൊന്നും അല്ലല്ലോ? അല്ല. ഓക്കെ, എന്നാ പാടിക്കോട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പരിഭവം എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. ഒരുപാടു നാളായി കാത്തിരുന്നു, നീ ഒരു നോക്കു കാണാൻ വന്നില്ല. ഇന്നും എന്തിനാണ്
നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തിന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. താങ്ക് യു. ആവണി, എന്തോ ആർക്കാണ് ആവണിയോട് ഇത്രയും പിണക്കം? ആർക്കും പിണക്കില്ല. ആർക്കും പിണക്കില്ല. അപ്പൊ ആരോടും വഴക്കുണ്ടാക്കാറില്ല? ഇല്ല, ഇല്ല, എല്ലാരും ഫ്രണ്ട്സാ. ആ ശരിയാണ്. ഞാൻ ആ ഗ്രൂമിംഗ് സെഷന്റെ അവിടെ വന്നപ്പം വളരെ ഒബീഡിയന്റ് ആയിട്ട്, ഇവരുടെ ബാച്ച് വളരെ ഒബീഡിയന്റ് ആണ്, വലിയ മെച്യൂർഡ് ആയിട്ട്. എപ്പോഴും അങ്ങനെയാണോ അതോ ഞാൻ വന്നതും കൊണ്ട് കാണിക്കാനായിട്ട് അങ്ങനെയായിരുന്നോ? അല്ല, എല്ലാരും നല്ല ഫ്രണ്ട്സ്, എല്ലാരും നല്ല കൂട്ടാ. എല്ലാരും നല്ല കൂട്ടാണ്, ആരോടും പിണക്കൊന്നുമില്ല. എല്ലാരും സപ്പോർട്ടീവാ. ഗുഡ് ഗേൾ. അവണിക്കുട്ടിയെ, എന്തോ നമ്മുടെ മക്കൾ എന്ത് നല്ല കുട്ടികളാ അറിയോ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കണ്ടിട്ടില്ലേ. അവർക്ക് എത്ര പഠിക്കാനുണ്ട് പാട്ടുകളൊക്കെ ഒറ്റയ്ക്ക്, എന്നിട്ടും കോറസ് ഒക്കെ പാടും, പ്രാക്ടീസ് ചെയ്യും, ഒരുമിച്ച് നിൽക്കും. എപ്പോഴും കാണാറുണ്ട്. ഷൂട്ടില്ലാത്ത സമയത്ത് പുറത്ത് പോയി നോക്കുമ്പോഴൊക്കെ അവരിങ്ങനെ പറ്റി പറ്റി കൂടി കൂടി നിൽക്കണ കാണാറുണ്ട് കേട്ടാ. നമുക്ക് എന്താ തീരെ വയ്യ അല്ലേ? പനിയുണ്ട്. പനിയുണ്ട്, അത് മുഖത്ത് കാണുന്നുണ്ട്. നല്ല ഒന്ന് വാർന്നു പോയി, ഒന്ന് ക്ഷീണം പറ്റിയ മാതിരി ഉണ്ട്. മെലിഞ്ഞില്ലേ എസ്തർ? ആവണി കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെ കാട്ടിലും. നീ നല്ലോണം പനിയൊക്കെ മാറി നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശരിയാവട്ടെ കേട്ടോ. ഒക്കെ വേഗം മരുന്നൊക്കെ കഴിക്കില്ലേ മര്യാദയ്ക്ക്? നല്ലോണം പാടി മോള്. നല്ല സെലക്ഷൻ ആയിരുന്നു ഈ പാട്ട്. ആവണിക്ക് നല്ലോണം 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 ചേരണ ഒരു പാട്ട് അസലായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അസുഖത്തിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് മോൾക്ക്, ശ്വാസം കംപ്ലീറ്റ് ചെയ്യാനും. അതുകൊണ്ട് തന്നെ ചില വരികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണില്ല. ആ വരികൾക്ക് വേണ്ടത്ര ശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടെ പിച്ചിന്റെ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഒക്കെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അപ്പൊ എന്താ, നമുക്കൊക്കെ വിചാരിക്കും പെട്ടെന്ന് ആവണിയുടെ അസുഖം മാറട്ടെ, എന്നിട്ട് പഴയ മാതിരി ആവണിക്കുട്ടി ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരട്ടെ എന്ന് വിഷ് ചെയ്യാണ് കേട്ടോ. അവസാനം എത്തിയപ്പോഴേക്കും വല്ലാണ്ട് ഇങ്ങനെ പതറി പോകുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ആൻസ് എത്തിയപ്പോഴേക്കും. ഒന്നും സാരില്ല, ഒക്കെ ശരിയാവും പെട്ടെന്ന്. എല്ലാം ഇങ്ങനെ പൊടിയിലൊന്നും ഇറങ്ങി നടക്കരുത്, തണുപ്പൊന്നും അടിക്കരുത്, തണുപ്പ് വെള്ളം കുടിക്കരുത്. ഓക്കെ, ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. അവണി, ഈ പേരില് MG ശ്രീകുമാർ ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പാടുവോ? നിങ്ങൾ രണ്ടുപേരും ചേർന്നൊന്ന് പാടുവോ? എനിക്ക് വേണ്ടി 4 വരി. പാതിരമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നു പോലെ. ആവണി പൊന്നു ഞാനാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. നന്നായി പാടി. സുഖമില്ലല്ലേ? കണ്ടാലേ ഒരു ഭയങ്കര മുഖം ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വയ്യായ്മ. ഇത് ഏത് സിനിമയിലാന്നറിയോ മോള് പാട്ട്? അല്ല, ഇതല്ല, ആവണി പൊന്നുഞ്ഞലല്ല മോള് പാടിയത്. എന്നോട് എന്തിനീ പിണക്കം, ജയരാജന്റെ ഫിലിമാണ്, കളിയാട്ടം. ചേട്ടാ, ജയരാജ് സാറിന്റെ ഒരുപാട് ഫിലിംസിൽ, അതെ അതെ, ഒരുപാട് അനേകം നല്ല നല്ല കഥാപാത്രങ്ങൾ ചേട്ടൻ ചെയ്തു. നല്ല ക്യാരക്ടേഴ്സും ഉണ്ടായിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകളും ഭയങ്കര മ്യൂസിക് സെൻസും ഒക്കെയാണ് ജയന്. അതുകൊണ്ട് തന്നെ ജയന്റെ ഒരുപാട് പാട്ടുകൾ നന്നായിട്ട്. രണ്ടുപേരും എനിക്ക് വേണ്ടി മുഴുവോ? മറ്റേ വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും കളിയൂഞ്ഞാല തുളസി കതിരായി വാർമുടിയുലയുകയാ നൂപുരമുണരുകയാ മംഗളപാലയിൽ ഗന്ധർവനണയുകയാ.
കുറെ ആ സിനിമയിൽ തന്നെ ഒരുപാട് പാട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്ന് ആരോ വിളിച്ചു, സ്നേഹം എന്നുള്ള സിനിമയില്. ചേട്ടാ അതില് ഞാൻ പെരുമ്പാവൂർ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഓ അതല്ലേ, അതിന്റെ ഓർക്കസ്ട്രേഷനൊക്കെ. അപ്പൊ അതിന്റെ കോമ്പോസിഷനൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നു. അതുപോലെ എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത പാട്ട്. രണ്ടുപേരും മൂടില്ലേ ഇതേപോലെ. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു, കണ്ണുനീരെന്നും വിളിച്ചു, പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. ഇത് കൂടുതൽ ഇതിനോട് ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് ട്രാക്ക് പാടിയത് ഞാനായതാണ്. ഈ ടോട്ടലി പ്രോഗ്രാമിന്റെ തന്നെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ഇവർ ഈ സെലക്ഷൻ സോങ്സ് ആണ് കേട്ടോ അല്ലേ. പഴയ പാട്ടുകളും എല്ലാം ഇതാണ് ഈ പ്രോഗ്രാമിന്റെ. വളരെ നന്നായിട്ട് പാടിയുള്ളൂ. ഈ സുഖമില്ലാതിരുന്നിട്ട് പോലും ഇത്ര മനോഹരമായിട്ട് പാടി, നന്നായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. മക്കളെ, പനി വന്നാ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമേ അല്ലേ, നമ്മുടെ കയ്യിലല്ല പലപ്പോഴും അല്ലേ. അതാണ് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാകുന്ന, ഒന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണോ കുറച്ചെങ്കിലും കിട്ടുന്നത് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പനിയായിട്ട് ഇത്രയും നന്നായിട്ട് പാടി, അതൊരു വലിയൊരു സംഭവമാണ് കേട്ടോ. നമ്മള് ഇപ്പോഴും നമുക്ക് ഏറ്റവും സൗഖ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ സൗഖ്യമില്ലാത്ത സമയത്ത് നമ്മൾ അതിനെ അതിജീവിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും റിയൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ചില ചായക്കൂട്ടുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വഴിയിൽ. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. റീജിയസ് ആയിട്ട് പാടിയിട്ടുണ്ടെന്ന് ആ ആറ്റിറ്റ്യൂഡിനെ ഞാൻ ഒരുപാട് അധികം ഞാനത് അതിന്റെ സന്തോഷം അറിയിക്കണം. ആവണിക്കുട്ടി തൊടുപുഴയുടെ സ്വന്തം പാട്ടുകാരി അല്ലേ? നന്നായിട്ട് പാടി മോളെ, നല്ല പാട്ട്, നന്നായിട്ട് പാടി. അതായത് നന്നായിട്ട് പാടി എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനെക്കാട്ടിൽ വളരെ ബെറ്റർ ആയിരുന്നു. മോക്ക് പറ്റിയൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോഴും ഇപ്പോഴും ഞാൻ കാണുന്നത് ലാൻഡിങ് നോട്ട്സ് ഉണ്ടല്ലോ, അവിടെ വരുമ്പോഴത്തേക്ക് മോടെ ശ്വാസം അങ്ങ് പോകും. അത് അസുഖം ഇല്ലെങ്കിലും അസുഖം ഉണ്ടെങ്കിലും അങ്ങനൊരു സംഭവം വരും. അതൊന്നും നോക്കിക്കൊള്ളുക. ആ ആദ്യത്തെ ഒരു ലൈൻ അങ്ങ് മൊത്തമായിട്ടൊന്ന് ഈസി ആവണം. മനസ്സ് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് തോന്നല്ലേ? അല്ല, എപ്പോഴും ടെൻഷൻ ഉണ്ട് മോക്ക്. ബേസിക് ആയിട്ടൊരു ശകലം ടെൻഷൻ ഉണ്ട്. അതങ്ങ് മാറ്റണം. ജസ്റ്റ് ഇഗ്നോർ അബൌട്ട് ദാറ്റ്. ആ ടെൻഷൻ മൊത്തം ഇങ്ങോട്ട് തരുമോ? ഒറ്റ വരി അങ്ങ് ആ എൻഡിങ് നോട്ട്സ് വരുമ്പോൾ മോക്ക് ഇങ്ങനെ ഒരു ഷിവറിങ് വരുമ്പോഴത്തേക്ക് അത്രയും നേരം നല്ല സുന്ദരമായിട്ട് പാടിയിട്ട് എൻഡ് വരുമ്പോഴത്തേക്ക് ആ ശ്രുതിയിൽ നിൽക്കണോ വേണ്ടേ, താഴോട്ട് പോകണോ മേലോട്ട് പോകണോ, അങ്ങനെ ഒരു പിടുത്തം വരുന്നു. അപ്പൊ അത് മാത്രം മോള് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് പാടി നോക്കുന്നു ഒറ്റ ലൈൻ. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. പരിഭവം വരുമ്പോഴത്തേക്ക് ഞങ്ങക്ക് പരിഭവം, എല്ലാവർക്കും പരിഭവമായി. പരിഭവം എന്ന് പറഞ്ഞാലേ ആ പരിഭവത്തിനൊരു പൂർണ്ണത കിട്ടും. പാടി. ഇന്നും എന്തിനാണെന്നോടു എന്നോടു പരിഭവം, പരിഭവം. അതാണ്, ഇത്രേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്യുക. അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഇത്രയും മോക്ക് പാടാൻ കഴിവുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇതുപോലെ തന്നെ പാട്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് വരിക. പനിയാണെങ്കിൽ കൂടി ഇത്രയും പാടിയതിന് എൻ്റെ ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ മോളെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ആവണിക്കുട്ടി പാടിയതനുസരിച്ചാണെങ്കിൽ ആവണിക്കുട്ടിക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് B+ ആണ്. പക്ഷെ പനിയായിട്ട് കുറച്ചുകൂടെ കുറയും. കുറച്ച് B+ കുറച്ചും കൂടെ കുറയ്ക്കും നമ്മള്. സങ്കടമില്ലല്ലോ. എന്തായിരുന്നു ചേട്ടാ? അതിന്റെ പേരാണ് എ എന്ന് പറയുന്നത്.
ദേഹം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കൂടിയെന്ന് അർത്ഥം. So congratulations, Avani is awarded A grade for the song. Thank you. Very good. കളമൊഴിയേ കനിമലരേ മലർ വീരിയും ആവണി എന്തോ പനിയൊക്കെ പെട്ടെന്ന് മാറട്ടെ, മരുന്ന് കഴിക്കണം കേട്ടോ. അപ്പൊ അടുത്ത പെർഫോമൻസിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഇതിൽ നന്നായി പാടാനായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.